നമസ്കാരം. ടെക് ട്രാവലിംഗ് നന്ദന്മാരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ ഒരു ട്രയൽ വീഡിയോയാണ്. അങ്ങനെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ചെറിയ വർക്ക്ഷോപ്പ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ട്രയൽ. അപ്പം എന്തായാലും കുഴപ്പമുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ട്രാവലിംഗ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വണ്ടി കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്തായാലും കാഴ്ചയിലേക്ക് കടക്കാം. നമ്മളെ കഴിക്കൂട്ടത്തോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു മേൽപ്പാലത്തിന്റെ മുകളിലുള്ള ഒരു വിഷ്വലാണ് കേട്ടോ. ഇടത്തോട്ട് ചാക്ക, വലത്തോട്ട് കഴിക്കൂട്ടം, അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഒരു 10-20 കിലോമീറ്റർ ഒന്ന് സ്ട്രൈറ്റ് വേയിൽ ഒന്ന് നമുക്ക് വണ്ടി ഓട്ടിക്കണം. ആ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അങ്ങനെ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് യാത്ര തുടങ്ങാം. എൻ്റെ കാഴ്ചയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാഴ്ചയൊന്നുമില്ല. നമ്മുടെ ഹൈവേയിലേക്കുള്ള ആ ഒരു ഓട്ടം തന്നെയാണ്. വണ്ടിയുടെ ഫ്രണ്ട് സ്റ്റമ്മൊക്കെ ചെറിയ പ്രശ്നമായി. അപ്പോൾ അതിൻ്റെ ലീക്ക് ഷാക്കപ്സിൻ്റെ ലീക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇന്നലെ ആയിരുന്നു വർക്ക്ഷോപ്പ് വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നത്. അത് കഴിഞ്ഞ് വണ്ടി ഇന്നലെ കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ഓടിച്ചു നോക്കില്ല. അപ്പോൾ അതൊന്ന് സീറ്റിംഗ് ആവണം. ഇനി അഥവാ ഓടുമ്പം ലീക്കൊക്കെ വന്നാൽ അറിയാൻ പറ്റില്ല, സ്റ്റമ്മിൻ്റെ അവിടെ ലീക്ക് വന്നാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ വഴിയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10-15 കിലോമീറ്റർ കൂടുതലൊരു സ്ട്രൈറ്റ് വേ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഇതാണ് കിട്ടിയത്. നമ്മുടെ ബൈപ്പാസ് നീണ്ടെന്ന് പറഞ്ഞ് നടക്കില്ല. അപ്പോൾ ആ ഒരു പാതയിലൂടെ ഒരു മാക്സിമം ഒരു 20-25 കിലോമീറ്ററൊക്കെ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഹൈവേയുടെ ബേ റോഡ് വഴി കയറി നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ലുലു മാളിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് നമ്മുടെ നാഷണൽ ഹൈവേയിലേക്ക് കയറി. ഇനിയിപ്പം വലിയ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഹൈവേയിൽ നല്ലൊരു സുഖകരമായ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ പിന്നെ മഴക്കാറ് ഇങ്ങനെ മേഘത്തിൽ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അവിടെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇരുവശങ്ങളിലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാം. നമ്മുടെ ഡിവൈഡറിൽ നിൽക്കുന്ന ആ ചെടികളുണ്ട്, ബൗൺസായി മരങ്ങളെന്നോ ചെടികളെന്തോ ആണ്. അതൊക്കെ ഇങ്ങനെ തഴിച്ച് വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാര്യം നല്ല മഴ കിട്ടുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സസ്യങ്ങളൊക്കെ നല്ല രീതിയിൽ തളിർത്ത് വളർന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വേളി പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ ഒരു പെർഫോമൻസൊക്കെ കൊള്ളാം. പക്ഷേ ഇപ്പം എനിക്കൊരു ചെറിയൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വിട്ടുപോയ കാര്യമാണ്. ചെയിനിൻ്റെ ലോക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിങ്ങനെ റണ്ണിങ്ങിൽ ടിക് ടിക് എന്നൊരു ചെറിയ സൗണ്ട് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. നല്ല ലോഡ് ഇളുക്കുന്ന സമയത്താണ് അത് വരുന്നത്. അരിയൊക്കെ വരുമ്പം ചിലപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. ഇനിയിപ്പം ടൈമൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ അങ്ങനെ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫോറസ്റ്റിനകത്തുള്ള നല്ല മനം കൊള്ളിരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. അപ്പം മഴയാണ് അതിന് നല്ലൊരു പറ്റിയ സമയം. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 സ്ഥലമൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്നു. പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊരു ട്രാവൽ ചെയ്തത് എൻ്റെ വീഡിയോ കംപ്ലീറ്റ് അത് മിസ്സായിപ്പോയി. അപ്പം കുറച്ച് ഭാഗം കിട്ടുള്ളൂ. അതാണ് നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത്. എൻ്റെ റണ്ണിങ് വീഡിയോയും കുറച്ച് നല്ല മനോഹരമായ തീരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ക്യാമറ കിടന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. റെക്കോർഡ് ചെയ്ത് കിട്ടിയ സാധനം പിന്നെ ഞാൻ നോക്കിയിട്ടത് പ്ലേ ആവാത്ത അവസ്ഥയിലോട്ട് പോയി. എന്തോ മെമ്മറി ഡാമേജ് എന്തോ ആയതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ വണ്ടി കുഴപ്പമില്ല കേട്ടോ, നല്ല പെർഫോമൻസിൽ അങ്ങനെ പോകുന്നു. ഇപ്പോൾ നമ്മളൊരു റോഡിലൊരു മഞ്ഞ കളം വരച്ച സിബ്ര ലൈനുകളുണ്ടോ, അത് മിക്ക സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മിക്ക ഡ്രൈവർമാർക്ക് അത് എന്തെന്ന് അറിയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ പാടില്ല. ഒന്നി അതിന് മുന്നിൽ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വണ്ടി നിർത്താവും. അതിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് കേട്ടോ അതിൻ്റെ ഒരു രീതി. ഇടതുവശത്ത് നല്ല ചിത്രപ്പണി, വലതുവശത്ത് നല്ല മനോഹരമായ ഡിവൈഡറിലെ ആ ഒരു പച്ച നല്ല ചെടികൾ ഇങ്ങനെ പച്ചപ്പിൽ പൊടിച്ച് നിൽക്കുന്ന കാഴ്ച, മുകളിൽ മേൽപ്പാലം, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ അതിൻ്റെ ഫ്രണ്ട് ടയർ ഒത്തിരി പരുവായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യണം. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങനെയൊന്നുമില്ല. ഈ ചെയിനിൻ്റെ ലോക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. വേറെ ഷാക്കപ്സ്
കട്ടറിലൊക്കെ ഒന്ന് ഓഫ് റോഡൊക്കെ ഇറങ്ങിയാൽ അറിയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് സ്ട്രൈറ്റാന്ന് ഓടി നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് ഓഫ് റോഡിലോട്ട് ഒക്കെ ഇറക്കി നോക്കാം. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യാത്രക്കിടയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എന്ത് പറയാൻ വെളിയിൽ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള കാഴ്ചകൾ ഇതാണ് ഞാൻ പറഞ്ഞ സീബ്ര ലൈൻ പോലത്തെ സംഭവം. അങ്ങനെ മഴ ചെറുതായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നും മഴയുണ്ട്, മഴ കാണും എന്നാണ് പറയുന്നത്. അപ്പം മഴയ്ക്ക് മുമ്പുള്ള ഒരു ചെറിയ രീതിയിലുള്ള എന്താ പറയുക കാഴ്ചകളെ നമുക്ക് കവർ ചെയ്ത് മടങ്ങാം. കാഴ്ചയിൽ എനിക്ക് പറയാൻ പറ്റാത്ത കുറേ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇടയിൽ ഒരു 17-18 വയസ്സൊക്കെ ഉള്ള കുഞ്ഞ് പിള്ളേരുണ്ട് കേട്ടോ. ഇവർ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇവർ ഫ്രണ്ട്സുമൊത്ത് പല സ്ഥലങ്ങളിലും പല മോശമായ അവസ്ഥയിൽ ചെന്ന് പെടുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഇതിലൂടെ കാണാറുണ്ട്. പലരും ചെന്ന് വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ ആൾക്കാരുടെ മുന്നിലാണ്. അവർ ഇവരെ പല രീതിയിലും ഒരുപാട് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ട്രാക്കിൽ വീഴുന്നത് നമ്മളപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ളതും പ്ലസ് ടുവിന് പഠിക്കുന്നതുമായിട്ടുള്ള പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇതിലിപ്പം വീഴുന്നത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ. ടൂറിസം മേഖലയാണെങ്കിൽ പോലും വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലവും ആൾക്കാരങ്ങനെ വലുതായിട്ട് വരാൻ പറ്റാത്ത ഉള്ള മേഖലയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ സ്ഥലത്തൊക്കെ നമ്മൾ നോക്കുമ്പം ഈ സ്ത്രീകൾ സിഗരറ്റ് വലിയും അതേപോലെ മദ്യപാനവുമായിട്ടൊക്കെ മുന്നോട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടെ കുറേ ബോയ് ഫ്രണ്ട്സ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിലുള്ള മാതാപിതാക്കൾ അറിയാതെ അല്ലെങ്കിൽ സഹോദരിമാരൊന്നും അറിയാതെയൊക്കെ ചെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ കാര്യങ്ങൾ പറഞ്ഞിറങ്ങി ഇവരിങ്ങനെയുള്ള മോശമായ വഴികളിലാണ് ചെന്നെത്തുന്നത്. അങ്ങനെയുള്ള കുറേ മനസ്സിൽ വിഷമമുണ്ടാകുന്ന കാഴ്ചകൾ നമുക്ക് ഇതിനിടയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ നമ്മുടെ അധികാരികളൊന്നും ഇത് കണ്ടിട്ട്, ഈ കാഴ്ച കണ്ടിട്ട് അത് കാണാത്ത പോലെയാണ് നടിക്കുന്നത്. നമ്മുടെ മിക്ക ടൂറിസം മേഖലയിൽ പോയാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. അതിന് ഉദാഹരണം തന്നെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഫ്രണ്ട് കവാടം, അവിടെ ഒരുപാട് ചായക്കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങളൊരു രാത്രി 12 മണിക്കോ ഇല്ലെങ്കിൽ വെളുപ്പാൻ രാവിലെ ഒരു 6 മണി ആ ടൈമിനൊക്കെ ഒന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന പെമ്പിള്ളരെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ പാളയം വെള്ളയമ്പലത്തിനടുത്തൊരു നൈറ്റ് ക്ലബ്ബ് അതേ കണക്കൊക്കെ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും റോഡിൽ ഇങ്ങനെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കാണാൻ പറ്റും, കൂടെ ആൺകുട്ടികളെയും കാണാൻ പറ്റും. അപ്പോൾ അതേപോലെയുള്ള ഒരു സിഗരറ്റ് മാത്രമല്ല, ഇവർ അങ്ങനെ ബാക്കിയായാലും അതിനെക്കാട്ടും കൂടിയ ഐറ്റം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇതിനെതിരെ നമ്മുടെ നിയമപീഠം ഇല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ കണ്ണടയ്ക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ട്രാവൽ ഫീൽഡിൽ വെച്ച് എനിക്ക് ഓരോ സ്ഥലത്ത് വെച്ച് കണ്ട അനുഭവങ്ങൾ. പിന്നെ അതേപോലെ ഞാൻ കാപ്പിൽ ബീച്ചിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കാപ്പിൽ ബീച്ച് അതിലൂടെ പോകുമ്പോൾ കുറേ കണ്ടൽക്കാട് ഭാഗങ്ങളുണ്ട്. അതിനിടയിലൂടെ പോകുമ്പോഴാണ് കുറേ ഗേൾസ് അതേപോലെ ബോയ് ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ബിയർ കണക്കുള്ള മദ്യപാനങ്ങൾ കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെയുള്ള വളരെ ലജ്ജിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ സ്ത്രീ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ വീഴ്ചകൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരില്ലാത്ത മക്കൾ മാത്രമാണ്. അതല്ലെങ്കിൽ നമ്മുടെ നിയമപാലകർ അച്ഛനിൽ നിന്നും വേർപിരിച്ച് അമ്മയിൽ എത്തിച്ചു കൊടുക്കുന്ന കുറേ കുട്ടികളുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ മോശമായ വഴി തിരഞ്ഞെടുത്തവർ പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നത് അവർക്കറിയാമെന്നുള്ളൊരു ചുറ്റുപാടുണ്ട്. ആ ഒരു ചുറ്റുപാടിനപ്പുറം ഇവർക്ക് അറിയാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനപ്പുറത്ത് ഈ മക്കൾ കടന്നെത്തുകയും മോശമായ ആൾക്കാരുമായി ഇടപെട്ട് ഈ കുട്ടികൾ ഏറ്റവും അവസാനം ചെല്ലുന്നത് കള്ളന്മാരോ കൊള്ളക്കാരനോ കൊലപാതകളോ ആയിട്ടാണ് മാറുന്നത്. അതിന് നമ്മുടെ സൊസൈറ്റിക്ക് 100% പങ്കുണ്ട്. കാര്യം ഒരച്ഛൻ വളർത്തും പോലെ ആയിരിക്കില്ല ഒരു അമ്മയുടെ കയ്യിൽ നിൽക്കുമ്പോൾ. വളരെ പക്വത കുറവായിരിക്കും. അഥവാ പക്വത ഉണ്ടെങ്കിൽ പോലും അവർക്ക് ലോക അറിവ് വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവരിൽ നിന്നും മാറ്റി വേറൊരു വഴി കണ്ട്, നമ്മുടെ നിയമങ്ങൾ വേറൊരു വഴി കണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി മാതാവിനെ ഏൽപ്പിക്കുമ്പോൾ മാതാവ് ഇവരിൽ
അറിയാമെന്നുള്ള അറിവിൽ വെച്ചുകൊണ്ട് ആ അറിവിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് ഈ കുട്ടിയെ വളർത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ കാണുമ്പോഴല്ല ഈ ലോകപരിചയം വളരെ കുറവാണ്. ആർക്കായിരുന്നാലും എല്ലാവർക്കും അറിയണമെന്നില്ല. 100% ആൾക്കാർക്കും ലോക അറിവ് കുറവാണ്. നമ്മുടെ ഒരു ട്രിവാൻഡ്രം സിറ്റി തന്നെ ഒരു 30-40 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെന്നറിയാമോ? അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ കണക്കുള്ള തെറ്റായ വഴിയിൽ ചെന്ന് വിടുകയും അവരുടെ ലൈഫ് ഏറ്റവും കൂടുതൽ മോശമായി മാറുകയും അവർ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കാനും മയക്കുമരുന്നിന് അടിമകളുമായി മാറുന്നു. അതിന് നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് പങ്കുണ്ട്. അതൊക്കെ തിരുത്തണം. കണ്ണു തുറന്ന് സത്യാവസ്ഥ കണ്ടെത്തി അവരെ കൂടെ നമ്മുടെ നിയമപാലകർ നിന്ന് ആരാണ് ബെറ്റർ എന്ന് നോക്കി ആ ഒരു പഠനം നടത്തിയതിനു ശേഷം അവരെ കൂടെയാണ് ഈ കുട്ടികളെ വിട്ടുവിടുകയുണ്ടത്. മനസ്സിലായത്? പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിയാലും വളരെ പുറകോട്ടാണ് പോകുന്നത് സർക്കാരിൻ്റെ നിലവാരത്തിൽ വെച്ച് നോക്കുമ്പോൾ. അതേപോലെ ഹോസ്പിറ്റൽ ലെവലിലൊക്കെ നോക്കാം, നമ്മൾ ഒരുപാട് ബാക്കിൽ നിൽക്കുകയാണ്. ആരോഗ്യ ലെവലിലൊക്കെ ഒരുപാട് ബാക്കിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ യാത്രയിൽ പല ഭാഗത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഇവിടെ സൂപ്പർ ബ്ലോക്കായി പോയി കേട്ടോ. ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് നമ്മൾ ഇവിടെ ഒന്ന് നിന്ന് നിർത്താലേ പറ്റുള്ളൂ. എന്നാലേ ഇല്ലെങ്കിൽ ആ സൈഡ് ബ്ലോക്കാവും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NC റോഡാണ് കയറുന്നത് കേട്ടോ. കൊട്ടാരക്കര ശബരിമല റൂട്ടുള്ള ആ റോഡാണ്. നമുക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്ററും കൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് കറങ്ങി നമുക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള കുറേ മോശമായ അവസ്ഥകൾ ഉണ്ട്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാ വീട്ടുകാരും മാക്സിമം കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുകയാണെങ്കിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി കാണിക്കണം. കാര്യം അവരെ വേറെ ആരും കയ്യിൽ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇവരെ കുട്ടികളെ വേറെ കൗൺസിലിങ്ങിനോ ഭയങ്കരമായ വിദ്യാഭ്യാസ രീതിയിൽ ഇന്റർനാഷണൽ സ്കൂളോ ഇല്ലെങ്കിൽ ഭയങ്കര എന്തു പറയാം നമുക്ക് പറ്റാത്തത് നേടിയെടുക്കുന്ന രീതിയിൽ സ്കൂളിലൊന്നും വിട്ടിട്ട് ഒരു കാര്യമില്ല. ഇവർ മോശമായ ഒരു കുട്ടിയുടെ കൂടെ ഇല്ലെങ്കിൽ മോശമായ ഒരാളിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഇവർ ചിലവഴിച്ചാൽ മതി. ഇവരുടെ മൈൻഡിൽ വേറെ ചിന്തകൾ അവർ കൊടുത്ത് ഇവരെ ബോധവൽക്കരണം ചെയ്ത് മാറ്റിയെടുക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് പോവുക. ഹിന്ദു കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിൽ അവരെ വളർത്തുക. ക്ഷേത്രവും അതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അറിവുള്ള. ആ ഗ്രന്ഥങ്ങൾ രാമായണവും മഹാഭാരതവും ഒക്കെ എടുത്ത് ഫ്രീ ടൈമിൽ നമ്മളത് ഒന്ന് വായിപ്പിക്കുക. അതിലൂടെ നമ്മളില്ലെങ്കിൽ നമ്മുടെ പൂർവികർ സഞ്ചരിച്ച ആ ഒരു വഴിയൊക്കെ നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വഴി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. എന്തായാലും മോശമായ ഒരു വഴികളും നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മോശമായ ആൾക്കാരിൽ നിന്നും എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുക അല്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാം, അതൊക്കെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീഴ്ചകളും തെറ്റുകളും എല്ലാം കണ്ട് ഒരാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത്. അതേപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും അതോളം വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ രീതിയിൽ വളർത്തിയെടുക്കാം. പക്ഷേ നമ്മൾ ഇതേ കണക്കുള്ള സംഭവങ്ങൾ മറന്നുകൊണ്ട് നമ്മൾ ആ കുട്ടികളെ വളർത്തരുത്. പിന്നെ അതേപോലെ കടലുകാണിപ്പാറ എന്ന് പറയുന്ന ഒരു സാധനം, അതും വളരെ ബ്യൂട്ടിഫുൾ ഒരു ടൂറിസം മേഖലയാണ്. ടൂറിസം മേഖലയായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ആരും പോകാത്തൊരു സ്പോട്ടാണ്. അങ്ങനെ അവിടെ പോയപ്പോഴും ഞാൻ കണ്ട കാഴ്ചകൾ കണക്കാണ്. ഒരുപാട് പെൺകുട്ടികൾ ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. അതായത് സിഗരറ്റ് വലിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒളിച്ചിരുന്ന് വലിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സിഗരറ്റിൻ്റെ മണമല്ല നമുക്ക് അവിടെ നിന്നും കിട്ടുന്നത്. വേറെ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പുകയുടെ ഗന്ധങ്ങൾ നമുക്കാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് മേഖലയിൽ പോയാൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പൊന്മുടിയിൽ നമ്മൾ വിചാരിക്കുമ്പോഴൊന്നല്ല. പൊന്മുടിയിൽ ട്രാവലിംഗ് സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ണുപൊട്ടിച്ച് ഒരുപാട് മദ്യങ്ങളും മയക്കുമരുന്നുകളും കൊണ്ട് ഇവർ ഇതിൻ്റെ ടോപ്പിൽ ഫോറസ്റ്റിലെത്തുന്നുണ്ട്. അതേപോലെ ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമയത്ത് ഇവർ ഏകദേശം നമ്മുടെ ആ ഒരു ടോപ്പിൽ നിന്നും ഒരുപാട് ദൂരെ മാറി ഇവർ പ്രത്യേകിച്ചൊരു സ്ഥലം കണ്ടെത്തി അവിടെ അവരുടെ ക്യാമ്പ് തുടങ്ങുകയും ചെയ്യണം. അതിൽ സ്ത്രീകൾ കാണും, പുരുഷന്മാർ കാണും, മധ്യവയസ്കർ കാണും. ഒരുപാട് ട്രാപ്പിൽ വീഴുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ അധികാരികൾ എത്തുന്നില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടുന്ന് വാഗമൺ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇടുക്കി, വാഗമൺ അങ്ങനെ പോകുമ്പോൾ പക്ഷേ തിക്കായ ഫോറസ്റ്റിൽ നമ്മൾ എത്തുമ്പോൾ ഇതൊന്നും അവിടെ പ്രശ്നമില്ല. കാര്യം ഒന്നും അവിടെ അവർ ഉപയോഗിക്കുന്നില്ല. കാര്യം ഒരു തീപ്പെട്ടി പോലും നമുക്ക് ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയൊക്കെ കർശനമായ ചെക്കിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇടയിൽ കുറച്ച് അറിയാമെന്നുള്ള ഭാഗത്തും ഇതിനിടയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാപിപ്പിക്കുന്നത്.
പിന്നെ സ്കൂൾ പരിസരത്തു നിന്നൊക്കെ മാക്സിമം പോകലെയും അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒന്ന് മാറ്റുക. ഒരുപാട് തട്ടുകടകളും ഇതേപോലെ കടകളൊക്കെ കേന്ദ്രീകരിച്ച് സംഭവങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആൾക്കാരെ കയ്യിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ വരും തലമുറയെ നല്ലതുപോലെ ആക്കിയെടുക്കുക. എനിക്ക് തോന്നുന്നില്ല ഇനി വരുന്ന ഒരു ജനറേഷനിൽ കിട്ടുന്ന കുട്ടികൾക്കൊക്കെ മിക്കവാറും ക്യാൻസർ കണക്കുള്ള രോഗങ്ങൾ വരാനാണ് ചാൻസ് കൂടുതൽ. കാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പുകവലിക്ക് അടിമകളായി. അവർ ഈ പറഞ്ഞ പോലെ ഈ തെറ്റായ രീതിയിൽ നിന്ന് ഇവർക്കൊരു നല്ലൊരു ബോധവൽക്കരണം കൊടുത്തവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സൊസൈറ്റി മുന്നോട്ട് തന്നെ വരണം. കാര്യം ഇവർ അത്ര മോശമായ ഒരു ഫാമിലിയിൽ നിന്നാണ് ഇവർ ഈ പുറത്തോട്ട് വരുന്നത്. പുറത്തോട്ട് വന്ന് ഇവർ വലിക്കുന്ന പുക എത്ര പേര് ശ്വസിക്കുന്നുണ്ടെന്നറിയാമോ? ഈ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ആണുങ്ങളെക്കാട്ടി ഇപ്പം കൂടുതൽ കാണുന്നത് തിരുവനന്തപുരത്ത് സ്ത്രീകളാണ് പുക വലിക്കുന്ന കാണുന്നത്. അപ്പോൾ അവർ വലിക്കുന്നത് റോഡിൽ നിന്ന് ഇല്ലെങ്കിൽ നിന്ന് ഭയങ്കര രീതിയിൽ ആണുങ്ങളെക്കാട്ടിയും വലിയ എന്തോ സംഭവം പോലെ വലിച്ചു വിടുന്നുണ്ട്. അവർക്കറിയില്ല ഇവരെക്കാട്ടിയും വലിയ ഫ്രോഡുകൾ നമ്മുടെ ഈ സ്ഥലത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊക്കെ. ഇവരെന്തോ ഒരു ഫ്രോഡാണ്. നല്ല സ്ത്രീകളും ഇല്ലെങ്കിൽ നല്ല ആൾക്കാരൊക്കെ ഫ്രോഡാവാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും നല്ലതാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവരൊക്കെ എന്തോ ഫ്രോഡാവാൻ വേണ്ടി ശ്രമിക്കുന്നു. രാത്രി സ്വാതന്ത്ര്യം വേണം, രാത്രി 2 മണിക്ക് ഇറങ്ങി നിന്ന് റോഡിറങ്ങി സിഗരറ്റ് വലിക്കണം എന്നൊക്കെ അവരുടെ ഒരു മനസ്സിലെ ഒരു എന്താ പറയാ ആഗ്രഹങ്ങളാണ്. അപ്പം അത്രയും മോശമായ ഒരു ഫാമിലിയാണ് ഇവർക്കുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇവരെ കണക്കുള്ളവർ ഇങ്ങനെയുള്ള മോശമായ സമയങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ നമ്മുടെ നിയമപാലകർക്കൊന്നും അവിടെ ചെന്ന് ആ സമയത്ത് ഇവരെ രക്ഷിക്കാനൊന്നും പറ്റില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനും മറ്റു കാര്യങ്ങൾ ആൾക്കാരൊക്കെ അവിടെ എത്തുന്നത്. അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് ഇവർ ഓരോ ആപത്തുകൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടി ആ യാത്രയിൽ കൊണ്ടുപോകണം, അച്ഛനെയോ സഹോദരനെയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോവുക. പക്ഷേ ഇവർക്ക് അങ്ങനെ പോയാൽ പുകവലിക്കാൻ പറ്റില്ല. കാര്യം മോശമായ ഒരു കാര്യത്തിനാണ് അവർ ഈ വീടിൽ നിന്ന് ഈ 2 ഘട്ട സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി റോഡിൽ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും നമ്മുടെ നിയമത്തിന്റെയും നിയമപാലകരുടെയും കണ്ടെത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് തെറ്റായ മാർഗത്തിൽ നടക്കുന്ന അറിവില്ലാത്ത ആൾക്കാരെ നല്ലതുപോലെ ഇവർക്ക് ബോധവൽക്കരണം കൊടുത്ത് ഇവരെ കുടുംബം എന്താണ്, സ്ത്രീ എന്താണ്, അമ്മ എന്താണ്, ഭാര്യ എന്താണെന്നുള്ള രീതിയിൽ നല്ലൊരു ബോധവൽക്കരണം കൊടുത്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഗവനിച്ചോളണം. ഓക്കെ, അടുത്ത നമുക്ക് നല്ലൊരു ട്രാവലിംഗ് വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക്